സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ലോകത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, സംസ്കാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ജീവിതത്തിൽ അക്ഷമരാണ് മനുഷ്യർ പൊതുവെ, പക്ഷേ ഈ പ്രസംഗം തീരുന്നതുവരെ നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അസുര കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മതമറിയുന്നവർക്ക് മതമിളകിയ കാലം, മതമറിയുന്നവർക്ക് മതമിളകിയ കാലം. മൈദയുടെ ദാ, തച്ചമ്മയുടെ ദാ അല്ല, അത് മതം. ഇത് മതം, അതിളകിയ കാലം, കലികാലം, അസുരകാലം എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായി പറയാവുന്ന, മജാസിയായി പറയാവുന്ന കാലം. ഓരോ പോയിന്റും ഓരോരുത്തരോടാണ് എന്റേത്. എല്ലാവരെയും സ്പർശിക്കുന്നു, മുസ്ലിം സംഘടനകളെ എല്ലാം. അമുസ്ലിങ്ങളെ ഞാൻ പരാമർശിക്കുന്നു, മനുഷ്യരെ എല്ലാം പരാമർശിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെ കുറിച്ചാണ് ചർച്ച. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു, കരയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അബൂ ഹുറൈറ കരയാണ്. ആളുകൾ ചോദിച്ചു, അബൂ ഹുറൈറ, ധന്യമായിരുന്നില്ലേ അബൂ ഹുറൈറ ജീവിതം? ധന്യമായിരുന്നില്ലേ? ശ്രേയസ്കരമായിരുന്നില്ലേ അബൂ ഹുറൈറ? അഭിമാനിക്കാൻ വക നൽകുന്നതായിരുന്നില്ലേ അബൂ ഹുറൈറ? ആയിരുന്നില്ലേ? ആയിരുന്നു. എന്നിട്ട് എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ എന്ന സഹാബി ആരാന്ന് ഞാൻ പറയണ്ടല്ലോ. 1600 ഹദീസുകളാണ് ലോകവിശ്വാസികൾക്ക് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനപ്പാടമാക്കി നമുക്ക് തന്നത്. ഭക്ഷണം കഴിക്കാനില്ലാതെ ബോധം കെട്ടുപോയ സ്വഹാബി, കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച മഹാനായ സ്വഹാബി, സ്വർഗം കിട്ടുമെന്നുറപ്പുള്ള സ്വഹാബി. അദ്ദേഹം കരയുകയാണ്. ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഖബറിലേക്കുള്ള യാത്ര ഇതാ അടുത്താണ്, മരിക്കാറായി, പോകാറായി, തൊട്ടടുത്ത് നിൽക്കുകയാണ് ഖബർ. പാതയും വളരെ കുറവാണ്, പാതയും വളരെ കുറവാണ്. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കൈകളിൽ പാതയും കുറവാണ്. അബൂ ഹുറൈറക്ക് പോലും, അബൂ ദർ അൽ ഗിഫാരി, മഹാനായ ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു, ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരം കരയാൻ, വിങ്ങി വിങ്ങി പൊട്ടി കരയാൻ. സ്വർണവും വെള്ളിയും കൂമ്പാരമായി ലഭിച്ചൊരു കാലഘട്ടം, ദാരിദ്ര്യത്തിന്റെ പഞ്ഞമാസത്തിന്റെ കാലം കഴിഞ്ഞ് സമ്പന്നതയുടെ സൗഭാഗ്യത്തിന്റെ കാലം വന്നപ്പോ, ദുനിയാവിൽ ഇത് അവസാനിച്ചു പോകും, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിലപിച്ച മഹാനായ സഹാബി ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനിയോട്, സാജിദ് ഇറങ്ങാടി ഇന്നലെ ഓർമ്മപ്പെടുത്തിയ ഹുദൈഫത്തുൽ യമാനിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ പേരുണ്ടോ ഹുദൈഫ എന്ന് ചോദിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എവിടെ? നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായി, ഞാനൊക്കെ സ്വർഗത്ത് പോയിട്ടില്ലേ, പിന്നെ ആരാ പോവുക? എല്ലാവരുടെയും ചിന്തയാ, ഞാൻ പോയിട്ടില്ലേ, ആരാ പോവുക? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? 1000 മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളെന്ന വിധത്തിലാണ് ആധുനിക മുസ്ലിമീങ്ങളുടെ സ്വർഗപ്രവേശനത്തെ കുറിച്ച് റസൂൽ എന്ന് പറഞ്ഞു. ഹദീസ് സഹിയാണ്. 1000 മുസ്ലിമീങ്ങളിൽ ഒന്ന്. ഈ സദസ്സിൽ 1000 ഉണ്ടെങ്കിൽ, ഈ സദസ്സിൽ 2000 ഉണ്ടെങ്കിൽ, രണ്ടാള് അതാരാ? ഞാനാ? നിങ്ങളാ? നമ്മളിൽ ആരാ? ആരാ? നാളേക്ക് വേണ്ടി വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ വൻദുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കി, ഭൗതിക ലോകത്തിന്റെ പ്രമത്തതയിൽ കഴിഞ്ഞ് ദാരിദ്ര്യത്തിൽപ്പെട്ടവരെ നോക്കാതെ അടിച്ചു പൊളിച്ചു ജീവിച്ചപ്പോ മറന്നുപോയത് നിങ്ങളുടെ ജീവിതമാണ്. പിന്നെ വിലപിച്ചിട്ട് കാര്യമല്ല. അള്ളാഹു പറയാണ്, രക്ഷപ്പെടാനുള്ള ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തുസ് സഫ്
10-11 വചനങ്ങൾ. എന്താ പറയണേ? സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒന്ന് ചെവി കൊടുത്ത എല്ലാരും, ഒന്ന് ചെവി കൊടുത്ത എല്ലാരും. ഏയ് സത്യവിശ്വാസികളെ, മോനെ അതാരെയാ? കസേരയിലിരിക്കുന്ന ഓരോരുത്തരും എന്ന് നോക്കും. ഒന്ന് നോക്ക്. അല്ല പറയാൻ, സത്യവിശ്വാസികളെ, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കച്ചവടം സുപരിചിതമാണല്ലോ മുസ്ലിങ്ങൾക്ക്. കച്ചവടം എല്ലാവർക്കും നല്ല തഴക്കവും പഴക്കവുമാണല്ലോ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ആരോടാ? നമ്മളോടൊക്കെ തന്നെ. സാധാരണ ഈ സംഘാടകര് ഒരേ വിചാരം എന്താ അറിയോ? മന്നോൽക്കുള്ളതാ അത്. മോലേ വിളിച്ചതിന് മുതലേ ഓടാ വിടുന്നു. അനക്കിന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കിട്ടിയില്ല, അന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കിട്ടിയില്ല. ബേഡച്ച് കുത്തിയേ ബാക്കി, ഏത് നല്ല സ്റ്റിക്കർ കുത്തിയേ ബാക്കി. പിന്നെ തിന്ന നെയ്ച്ചോറും ബിരിയാണിയും അതിന്റെ പൈസ പാവപ്പെട്ടവനാവും പോയി. വേറെന്താ ഉള്ളത്? അടിസ്ഥാനപരമായി സംഘാടകരും നേതാക്കന്മാരും ഒന്നും മതം കേൾക്കാറില്ല, പഠിക്കാറുമില്ല. ചമയ മുമ്പ് പഠിച്ച് അത് മതി, ബാക്കി വേണ്ട. ബാക്കി വേണ്ട, അങ്ങനെ അടക്കുകയാണ്. പ്രസംഗം കേട്ടോ? ചോദിച്ചു നോക്കിയേ നിങ്ങള്. ഈ സംഘടിപ്പിക്കുകയും സംഘാടനത്തിനൊക്കെ നടക്കുന്ന ആളുകളോടും ചോദിച്ചു നോക്കിയേ. അത്യാവശ്യം തിരക്കേടില്ലാത്ത പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരോട് ചോദിച്ചേ, നിങ്ങൾ ആ കേസറ്റ് കേട്ടോ? MM അക്ബറിന്റെ ഏത് കേസറ്റ്? നിച്ചിന്റെ ഒറ്റ കേസറ്റ് ഞാൻ ലൗഫി കേട്ടില്ല. ഹുസൈൻ സെൽവിന്റെ ഖണ്ഡനം കേട്ടോ? ഹുസൈൻ സെൽവി തന്നെ അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ആരാ? ഞാൻ മുജാഹിദ് മണ്ഡലം പ്രസിഡന്റാ. ജക്കരിയ സ്വലൈന്റെ കേസറ്റ് കേട്ടോ? AP അബ്ദുൽ ഖാദർ വലിയ വാദപ്രതിവാദത്തെ കുറിച്ച് ചെയ്ത ലേഖനം വായിച്ചോ? AP അബ്ദുൽ ഖാദർ അതാരാ? അറിഞ്ഞൂടാ. ഏതാ കൗമ്? സ്വന്തത്തെ കുറിച്ചോ സമൂഹത്തെ കുറിച്ചോ പ്രസ്ഥാനത്തെ കുറിച്ചോ ആദർശത്തെ കുറിച്ചോ അറിയില്ല. ഏതുപോലെ എറണാകുളത്ത് ഒരു മരണം നടന്നു. ഒരു പെൺകുട്ടി, ഒരു മുജാഹിദ് കുടുംബത്തിൽ ഒരു പെൺകുട്ടി മരിച്ചപ്പോ വേഗത്തിൽ മയ്യത്തെടുക്കണല്ലോ. ഇസ്ലാമിന്റെ സുന്നത്തതാ. ഇസ്ലാമിന്റെ സുന്നത്ത് എന്താ? സാധാരണ നമ്മുടെ നാട്ടില് അതിൽ സുന്നിയും മുജാഹിദും ജമായത്തും ഒക്കെ കണക്കാ. എന്താ? മോൻ ഡൽഹിന്ന് വരണോ, മോളോ UK എന്ന് വരണോ, മരുവനോ ഓൻ സൗദിന്ന് വരണോ? അപ്പൊ എത്ര ദിവസം വെക്കണോ? തികഞ്ഞ തോന്നിയാസാട്ടോ. മരിച്ച മക്കള് കാണണമെന്നൊന്നും ഇസ്ലാമിലെ നിയമമല്ല. ഇസ്ലാമിലെ നിയമം മരിച്ച അപ്പ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ചോളാ. അപ്പൊ എത്ര പേരാണ്? ഓല് നിസ്കരിച്ച കഴിഞ്ഞ്. സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അർമില് ഓടിക്കൊണ്ടിരിക്കുക സ്പീഡില്. അതെന്തിനാ? ഒരു മയ്യത്തിന്റെ പിറകെ ഒരു മയ്യത്ത്. സുന്നത്താ. ധൃതിയിൽ മയ്യത്ത് കൊണ്ടുപോവുക. വേഗത്തില് സ്പീഡില്. നമ്മളോ കാത്തിക്കുകയാണ്. ഇനി ആരോ ഉണ്ടോ? ഡൽഹിയിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. നിക്കിട്ടോ ഉസ്താദേ, മയ്യത്ത് സ്വീകരിക്കാൻ നിൽക്കട്ടെ. ആ ഫ്ലൈറ്റ് എത്തി, അത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നിക്കിട്ടോ 1.5 മണിക്കൂർ കൊണ്ട് കാത്തിക്കുക. അനിസ്ലാമികമാണ്, പാടില്ലാത്തതാണ്. ഞാനിത് പറയുന്നതിനറിയോ? മയ്യത്ത് നിസ്കാരമോ മയ്യത്തിന്റെ നിയമോ ദീനോ ഒന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾ